പ്രവാസ പ്രസിദ്ധീകരണങ്ങളിലൂടെ സുപരിചിതയായ മലയാളത്തിലെ ഒരു എഴുത്തുകാരിയാണ് സപ്ന അനൂപി ജോർജ്. സപ്നയുടെ പുസ്തകങ്ങൾ മലയാളം കവിതാ സമാഹാരങ്ങൾ സ്വപ്നങ്ങൾ, സ്വപ്നം കാണുന്ന സമയം, ഇംഗ്ലീഷ് കവിതാ സമാഹാരമായ സോങ് ഓഫ് ദ സോൾ, സപ്നയുടെ ലേഖനങ്ങൾ അടങ്ങിയ പുസ്തകം സ്വപ്നരേഖകൾ എന്നിവ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 2018 പാചക പുസ്തകം രുചികളുടെ സ്വപ്നക്കൂട്ട്, അതിന്റെ ഇംഗ്ലീഷ് പതിപ്പിന്റെ പണിപ്പുരയിലാണ് സപ്ന ഇപ്പോൾ. ചിത്രകാരി, പത്രപ്രവർത്തക, പാചകക്കുറിപ്പുകൾ, ടോക്ക് ഷോ, ഫോട്ടോഗ്രഫി എന്നീ മേഖലകളിലെല്ലാം വ്യക്തിത്വം തെളിയിച്ചിട്ടുള്ള സപ്നയുടെ കഥ കേൾക്കാം. ഹൃദയസഖി. രചന സപ്ന അനൂപി ജോർജ്. വായന മിനി സുരേഷ്. ഹൃദയസഖി. എന്റെ ഹൃദയത്തിന്റെ കൂട്ടുകാരിയായിരുന്നു അവൾ. ഏതോ ജന്മത്തിൽ ഞങ്ങൾ ഒന്നായിരുന്നുവെന്ന് മനസ്സിൽ തോന്നിച്ച ഒരു കൂട്ടുകാരി, റീബ. നാട്ടിലെ സ്കൂളിൽ 5ാം ക്ലാസ് മുതൽ അവൾ എന്നോടൊപ്പം ചേർന്നു. പച്ച പാവാടയിൽ ഒരു പച്ച പനന്തത്തയെ പോലെ പറന്ന് സ്കൂൾ വരാന്തയിൽ വെച്ച് ഒരു നിഴലായി വന്ന് എന്നോടൊപ്പം കൂട്ടുകൂടിയവൾ. എങ്ങനെ, എവിടെ വെച്ച് ഞങ്ങൾ തമ്മിൽ ആദ്യം കണ്ടു എന്ന് ഞാൻ ഇന്നും ശരിക്കും ഓർക്കുന്നില്ല. സ്കൂളിൽ തന്നെയാണ്. 10 വരെ ഒരുമിച്ച് പഠിച്ചു നടന്നു തീർത്തു. പ്രീ ഡിഗ്രിയും ഡിഗ്രിയും ഒരുമിച്ച് തീർത്തു. പക്ഷേ വെവ്വേറെ കോളേജിൽ. അവൾ എന്നും എപ്പോഴും നിമിഷം തോറും എന്റെ കൂടെയുണ്ടായിരുന്നു. ഒരു കൂട്ടുകാരി എന്നതിനേക്കാൾ അധികമായി കാലം ഞങ്ങളെ ഒരു കുടുംബത്തിലെ അംഗങ്ങളുമാക്കി. എനിക്ക് മുൻപേ അവൾ ജ്യേഷ്ഠൻ ചാണ്ടിക്കുഞ്ഞിന്റെ ഭാര്യയായി. ചിന്തകളുടെ ഇഴകൾ ഫോൺ ശബ്ദത്തിൽ മുറിഞ്ഞു പോയിരുന്നു. ചാണ്ടിക്കുഞ്ഞിനെ നെഞ്ചുവേദനയെ തുടർന്ന് ആശുപത്രിയിലാക്കിയിരിക്കുന്നു. സീരിയസ് ആണ്, അത്രമാത്രം അറിയാം. ഇപ്പോ കൂടെ ആരുമില്ല, പഴയ കോളേജ് അലുമിനിയിലെ സുഹൃത്തുക്കളല്ലാതെ. അതത്രയ്ക്കൊരാശ്വാസം. അവർ കാര്യമായിട്ട് തന്നെ ചാണ്ടിക്കുഞ്ഞിനെ നോക്കിക്കൊള്ളും. നാട്ടിൽ കുട്ടികളുടെ ആവശ്യത്തിന് പോയിരുന്ന റീബ ഈ പ്രതിസന്ധിയെ എങ്ങനെ നേരിടും എന്നാണ് ഞാൻ ആദ്യം ഓർത്തത്. ഒരുമിച്ച് ഒരു പാത്രത്തിൽ നിന്നും കഴിച്ച് അന്യോന്യം സ്നേഹിച്ച് ജീവിക്കാൻ മാത്രം ശീലിച്ച ദമ്പതികൾ. അവൾ എത്തുന്നതിന് മുൻപ് ആ ഹൃദയമിടിപ്പ് നിൽക്കുമോ? മനസ്സൊന്ന് കാളി. ഇല്ല, ദൈവം അത്ര ക്രൂരത കാണിക്കില്ല, ഒരിക്കലുമില്ല. ഒരു നാൾ ചങ്കിലെ കൂട്ടുകാരിയായിരുന്ന അവളെ ഇന്ന് ഒന്ന് ആശ്വസിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലാതായിട്ട് കാലമേറെയായി. മനസ്സുകൊണ്ട് എന്നിൽ നിന്നും എന്തിനോ അകന്നുപോയ റീബയെ തിരിച്ച് സ്നേഹിക്കാനും മനസ്സിലാക്കാനും ഞാൻ എത്രയൊക്കെ ശ്രമിച്ചുവോ അത്ര കണ്ട് അവൾ എന്നിൽ നിന്ന്, എൻ്റെ മനസ്സിൽ നിന്ന് കാതങ്ങളോളം ദൂരേക്കകന്നകന്നു പോയിക്കൊണ്ടേയിരുന്നു. ഒട്ടും തിരിച്ചറിയപ്പെടാനാവാത്ത, ഒരിക്കലും മനസ്സിലാക്കാനാവാത്ത ഒരു കടങ്കഥ പോലെ ആയി മാറി അവളും എന്നോടുള്ള അവളുടെ പ്രവൃത്തികളും. ഞാൻ അവളെ എത്രത്തോളം സ്നേഹിച്ചോ അത്രയധികം അവൾ കുടുംബത്തിൽ എന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവൾ എന്നും പ്രായോഗികമായ ബുദ്ധിയോടെ കാര്യങ്ങളെ സമീപിച്ചു. ഞാൻ എന്റേതായ ഒരു ലോകത്തൊതുങ്ങി. കളിക്കൂട്ടുകാരികൾ കല്യാണത്താൽ ഒരു കുടുംബത്തിലേക്ക് എത്തിയതു മുതൽ സൗഹൃദം സ്വന്തം ബന്ധങ്ങളുടെ ഇടയിൽ നെരിഞ്ഞമർന്നു. നല്ല സുഹൃത്തുക്കളായി ജീവിച്ചവർ ബന്ധങ്ങൾക്കിടയിൽ അന്യരായിത്തീർന്നു, മനസ്സുകൊണ്ട് അകന്നു. ഏത് കാര്യത്തിലും അവളുടേതായ തീരുമാനങ്ങൾ എന്നെ കൊണ്ട് നടത്തിയെടുക്കാൻ എന്നും ബഹുമിടുക്കിയായിരുന്നു അവൾ. അനുസരിക്കാൻ തയ്യാറായി എന്നെന്നും എൻ്റെ മനസ്സും. എല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ലേ റീബ എന്തും ചെയ്യൂ എന്ന് സ്വയം
എന്നോ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അതിന് വിപരീതമായി എന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ അന്നും ഇന്നും പലരും ശ്രമിച്ചിട്ടും എൻ്റെ മനസ്സിൻ്റെ ദൃഢമായ ആ വിശ്വാസം എന്നെ വിട്ടുമാറിയില്ല. ഒരു നോട്ടത്തിൽ, ഒരു വാക്കിൽ എന്നെ അവൾക്ക് എന്നും തിരിച്ചെടുക്കുവാനാകുമായിരുന്നു. അതവൾക്കും അറിയുമായിരുന്നു എന്ന് തോന്നുന്നു. മനസ്സ് വർഷങ്ങൾ പുറകോട്ടു പോയി. ഇന്ന് ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുൻപുള്ള ആ കഥ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ മനസ്സിന്റെ താളുകളിലെത്തി. ലല്ലു, നീ ഇന്ന് ബിനുവിനെ കണ്ടിരുന്നോ? ഇല്ല, ഞാൻ മനസ്സിൽ വിചാരിച്ചു. ബിനുവിന്റെയും കൂട്ടുകാരുടെയും മോട്ടോർ സൈക്കിൾ കറക്കം റീബയ്ക്കറിയാം. അതാണ് ഈ ചോദ്യത്തിന് പിന്നിൽ. ശ്രീജിയൊക്കെ ഇന്ന് ബസ് സ്റ്റോപ്പിൽ കണ്ടുവെന്ന് പറഞ്ഞു കേട്ടോ. റീബയുടെ താക്കീതായിരുന്നോ? അതോ എന്നോടവൾ എന്തോ പറയുവാൻ ശ്രമിക്കുകയായിരുന്നോ? ഒന്നും മനസ്സിലായില്ല. ബിനു, സ്നേഹത്തിന്റെ നോട്ടങ്ങൾ എന്നിലേക്ക് തൊടുത്തുവിട്ട എന്റെ ജീവിതത്തിലെ ആദ്യ പ്രേമഭാജനം. ഒരു ബോയ് ഫ്രണ്ടിനെ എനിക്ക് ആവശ്യമില്ലായിരുന്നു. എന്നാൽ വെറുതെ ചിന്തിച്ചും ആലോചിച്ചും എൻ്റെ 17 വയസ്സിൻ്റെ മനസ്സിനെ പ്രണയവഴിയിലേക്ക് ഞാൻ തിരിച്ചുവിട്ടു. അതിലേക്ക് ഒഴുകി വീഴാനായി ഇംഗ്ലീഷ് സിനിമകളും മലയാളം സിനിമകളും ഫെമിനയും വിമൻസ് ഇറയുമെല്ലാം കണ്ടുവളർന്ന ഒരു കൗമാരവും. എന്നാൽ ഞാൻ പോലും അറിയാതെ മനസ്സിൻ്റെ കോണിൽ നിറഞ്ഞ ബിനുവിനോടുള്ള ആരാധനാഭാവം ജീവിത പങ്കാളിയായി തീർന്നിട്ടും ജീവിതത്തിലുടനീളം ഇന്നും നിലനിൽക്കുന്നു. ഓൾ സെയിൻസ് കോളേജിന്റെ ബസ്സിൽ ഞാൻ കയറിപ്പോകുമ്പോൾ വെറും മൗനം മാത്രം ഭാഷയാക്കിയ ഒരു രൂപം എന്നും ഞാൻ കാഴ്ചയിൽ നിന്നും മറയുന്നതുവരെ എന്നെ തന്നെ നോക്കി നിന്നിരുന്നു. വീട്ടിൽ തിരികെ വന്നാലും ടെറസിലൂടെയുള്ള നടത്തങ്ങളിൽ, വീടിൻ്റെ നടയിലിരുന്നുള്ള പഠിത്തങ്ങൾക്കിടയിൽ എൻ്റെ കണ്ണുകൾ ചിരപരിചിതമായ ബിനുവിൻ്റെ ആ മുഖത്തിനായി എപ്പോഴും പരതിക്കൊണ്ടിരുന്നു. ലല്ലു, നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? പരീക്ഷ ഇങ്ങ് അടുത്ത് കേട്ടോ. അമ്മയുടെ നീട്ടിയുള്ള വിളിയിൽ വീണ്ടും ഞാൻ എൻ്റെ മുറിയിൽ പോയിരുന്നു. ഫോൺ അടിക്കുന്നുണ്ടോ? അതുമില്ല. ഇനി എന്തും പഠിക്കാനിരുന്നു. പുസ്തകങ്ങൾ എന്നെ നോക്കി മഞ്ഞളിച്ച് ചിരിച്ചുവോ? അതോ മഞ്ഞ കലണ്ടർ പേപ്പറിൻ്റെ തിളക്കത്തിൽ പുസ്തകപ്പൊതിയുടെ പുച്ഛമായിരുന്നോ? പഠിത്തം തീരും മുൻപേ ബിനുവിൻ്റെ ജ്യേഷ്ഠൻ ചാണ്ടിക്കുഞ്ഞിനെ വിവാഹം ചെയ്ത് റീബ ആദ്യം കുടുംബത്തിലെ മരുമകളായി. പിന്നീട് ബിനുവിൻ്റെ ഭാര്യയായി ഞാനും. എൻ്റെയും റീബയുടെയും മനസ്സും ശരീരവും ഒരേ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ മനസ്സ് സ്നേഹത്തിൻ്റെ മൂർധന്യതയിൽ എത്തിയിരുന്നു. ഇനി ഒന്നും തന്നെ നേടിയെടുക്കാനില്ല എന്നൊരു തോന്നൽ. എന്തിനും അവൾ എൻ്റെ കൂടെയുണ്ടല്ലോ. ഇനിയുള്ള ജീവിതത്തിലുടനീളം മനസ്സെന്നേക്കുമായി അതിശക്തമായി ഉല്ലസിച്ചു. എൻ്റെ വീടും അപ്പനമ്മമാരെയും വിട്ട് സ്നേഹത്തിൻ്റെ ഭാഷ എന്നെ പഠിപ്പിച്ച ബിനുവിൻ്റെ മനസ്സിനൊപ്പം ഞാൻ എത്തിച്ചേർന്നു ഈ സ്നേഹവീടിൻ്റെ സ്നേഹതീരത്തിൽ. അവിടെയും ഞാൻ ഇവിടെയുണ്ട് എന്നൊരു വെല്ലുവിളിയോടെ അവളും. നേരത്തെ തന്നെ ആ വീട്ടിലെ മരുമകളായി എത്തിയിരുന്നതിൻ്റെ തെല്ലഹങ്കാരത്തിലായിരുന്നവൾ. ഞാൻ കൂടെയുണ്ടെന്നൊരു തോന്നൽ അവൾക്കുമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. മതി, അത്രയും മതി. ഞാൻ എൻ്റെ മനസ്സിനെ സമാധാനിപ്പിച്ചു. പക്ഷേ വരാൻ പോകുന്ന പലതും എല്ലാം തല്ലിത്തകർക്കും എന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. പ്രതീക്ഷ അനുസൃതമായി എല്ലാം തുടങ്ങി. കൗമാരം മുതൽ ഒരുമിച്ച് പഠിച്ചതിൻ്റെ സ്നേഹം എൻ്റെ മനസ്സിൽ വളർന്നപ്പോൾ അവളുടെ മനസ്സ് വളരെ പ്രായോഗിക ബുദ്ധിയോടെ വളർന്നു പന്തലിച്ചു. എവിടെയൊക്കെ, ആരെയൊക്കെ, എങ്ങനെയൊക്കെ ഉപയോഗിച്ച് ജീവിക്കണമെന്ന്
വ്യക്തമായി അവൾ ജീവിച്ചു കാണിച്ചു തന്നു. 10 വയസ്സിൽ ബാഗും കുടയുമായി ഒരുമിച്ച് സ്കൂളിലേക്ക് നടന്നു നീങ്ങിയ ബന്ധവും വിവാഹത്തിന് ശേഷമുള്ള ബന്ധങ്ങളും രണ്ടും രണ്ടാണെന്ന സത്യം സത്യമായി നിലനിന്നു. ഞാൻ മാത്രം അത് മനസ്സിലാക്കിയില്ല അന്നും ഇന്നും. എൻ്റെ മനസ്സ് ഇന്നും ഉട്ടോപ്യ എന്ന സ്വർഗതുല്യമായ ലോകത്തിൽ ജീവിച്ചു. കുടുംബ ബന്ധങ്ങളുടെ ഇടനാഴികളിൽ മുറുമുറുപ്പുകൾ ഉയർന്നു. സ്നേഹ സാഹോദര്യത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ വിള്ളലുകൾ സൃഷ്ടിക്കപ്പെട്ടു. ജ്യേഷ്ഠാനുജന്മാരുടെ സ്നേഹത്തിനിടയിൽ റീബ വിള്ളലുകൾ തീർത്തു. പലപ്പോഴും ബിനു പറഞ്ഞു, ലല്ലു, നിന്റെ ഈ അസാധാരണമായ ശുഭപ്രതീക്ഷ ഒരിക്കലും നിനക്ക് സമാധാനം തരില്ല. നീ എന്നാ ജീവിതം മനസ്സിലാക്കുന്നത്? ഇതൊന്നും സത്യമല്ല. ഇന്നും മനസ്സ് വേദനിക്കുമ്പോഴും സ്വയം സമാധാനിക്കുവാൻ പോലും കഴിയാതെ ജീവിക്കാൻ വിധിക്കപ്പെട്ട ഞാൻ. റീബ ശക്തമായി തന്നെ നിലനിന്നു എൻ്റെ മനസ്സിലും ജീവിതത്തിലും. ഇന്ന് ചാണ്ടിക്കുഞ്ഞിന്റെ വിവരം കേട്ടയുടനെ റീബ അവിടേക്ക് തിരിച്ചു. ആകാംക്ഷയുടെയും പ്രാർത്ഥനയുടെയും നിമിഷങ്ങൾ. എങ്ങനെ, ആരാർക്ക് സമാധാനം കൊടുക്കും എന്ന് വീട്ടിൽ ഓരോരുത്തരും ആലോചിച്ചു കൊണ്ടേയിരുന്നു. ചാണ്ടിക്കുഞ്ഞ് മരിച്ചു. ബിനു തളർന്ന കട്ടിലിലേക്ക് ഇരിക്കുന്നതിനിടയിൽ പറഞ്ഞു, പാക്ക് ചെയ്യൂ, പിള്ളേരെയും റെഡിയാക്കൂ. ഞാൻ ടിക്കറ്റ് നോക്കിയിട്ട് വരട്ടെ. ഇന്ന് രാത്രി തന്നെ പോകണം. റീബ, അവൾ എത്തിക്കാണുമോ? ചാണ്ടിക്കുഞ്ഞിനെ കണ്ടു കാണുമോ? അവൾ ഇതെങ്ങനെ സഹിക്കും? കൂടെ ചാച്ചനും അച്ചായനും ദുബായിൽ നിന്നെത്തിയിട്ടുണ്ട്. റീബ, റീബ, കൂട്ടുകാരിയായ അവൾക്ക് വേണ്ടി ഹൃദയവേദനയാൽ ഞാൻ വിതുമ്പി. മരണവീടിൻ്റെ വിലാപങ്ങളിലേക്ക് ഞങ്ങൾ പറന്നിറങ്ങി. എൻ്റെ സാന്നിധ്യം അറിഞ്ഞിട്ടും എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനോ സംസാരിക്കുവാനോ അവൾ മിനക്കെട്ടില്ല. ജീവിതത്തിൻ്റെ വഴിത്തിരിവിലേക്കെത്തിയ അവളുടെ തേങ്ങലുകൾ ഞാൻ എൻ്റെ ആലിംഗനത്തിലൊതുക്കി. ഇനിയുള്ള ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളിലേക്കൊതുങ്ങിയ അവളെ എങ്ങനെയും ഞാൻ സമാധാനിപ്പിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അവൾക്കെൻ്റെ മുഖമോ സംസാരമോ ഇഷ്ടമായില്ല എന്ന് അവളുടെ പ്രതികരണങ്ങളിൽ നിന്നും എൻ്റെ ഹൃദയം വേദനയോടെ മനസ്സിലാക്കി. കൂടെ പഠിച്ചിരുന്നവരും കൂട്ടുകാരുമായ എല്ലാവരുടെയും സാന്ത്വനങ്ങളിൽ അവൾ സമാധാനം കണ്ടെത്തുന്നത് നോക്കി നിൽക്കാനേ എനിക്ക് സാധിച്ചുള്ളൂ. എന്നിരുന്നാലും ഒരിക്കലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത അവളുടെ മനസ്സിനെ പൂർവാധികം സ്നേഹിക്കാൻ മാത്രമേ ഇന്നും എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. അതവൾക്കും അറിയാമായിരിക്കും അല്ലേ? എൻ്റെ മനസ്സും സ്നേഹവും ഇന്നും പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. വർഷങ്ങളുടെ നൊമ്പരത്തിനിടയിലും എല്ലാവരും പല ബുദ്ധിയും പറഞ്ഞ് മനസ്സിലാക്കി. ലല്ലു, നിന്നോട് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലേ? റീബയ്ക്ക് നിന്നെ ഒരിക്കലും ഇഷ്ടമായിരുന്നില്ല. അഥവാ എന്തെങ്കിലും ഭാവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അവൾക്ക് നിന്നെ ഏതെങ്കിലും വിധത്തിൽ ഉപയോഗിക്കാൻ മാത്രമായിരുന്നു. നീ ദൈവത്തെ ഓർത്തൊന്ന് വിട്ടുകള. വേറെ പണിയൊന്നുമില്ലേ നിനക്ക്? ചേട്ടത്തിമാരുടെയും കൂട്ടുകാരികളുടെയും ഒരേ രീതിയിലുള്ള ഉപദേശത്തിൽ ഞാൻ ഏതാണ്ട് സമാധാനിച്ചു. ജീവിതത്തിൻ്റെ തുണ നഷ്ടപ്പെട്ട കൂട്ടുകാരിയായ ചേടത്തി. അവൾ വിധവയായിരിക്കുന്നു, ഒറ്റയായിരിക്കുന്നു. ബാല്യകൗമാരങ്ങളിൽ ഓടി വീണ് മുട്ടുപൊട്ടിയ നേരങ്ങളിൽ ആശ്വസിപ്പിച്ച പോലെ അവളെ ഒന്ന് ചേർത്തണയ്ക്കുവാൻ മോഹിച്ച് ചാണ്ടിക്കുഞ്ഞിനെ കിടത്തിയിരിക്കുന്ന കട്ടിലിനരികിൽ അവളുടെ നിഴലായി നിൽക്കുമ്പോൾ ഇനി എന്ത് എന്ന ചോദ്യം മാത്രം എന്നെ നോക്കി കൊഞ്ഞനം കുത്തുന്നതുപോലെ തോന്നി. കഥ സമാപിക്കുന്നു. നന്ദി.